ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് HSA മോക്ക് ടെസ്റ്റിൻ്റെ 50 ചോദ്യങ്ങളാണ്. ആദ്യത്തെ 20 ജനറൽ പേപ്പർ, ബാക്കി 30 ലിറ്റററി പാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സിദ്ധാനുഭൂതി? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സിദ്ധാനുഭൂതി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് 4 ഓപ്ഷനിൽ ശരി ഉത്തരം ഞാൻ പറയാം. ഓപ്ഷൻ ഡി ആയിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പുസ്തകമാണ് സിദ്ധാനുഭൂതി. ഓക്കെ, കുറച്ച് ഫാക്ട്സും കൂടെ ഒന്ന് പഠിക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗീസ് ഒറിജിനൽ നെയിം വാസ് കാരാട്ട് ഗോവിന്ദ മേനോൻ. ഹി വാസ് ബോൺ ഓൺ 26 ഡിസംബർ 1852. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗി ഫൗണ്ടഡ്, അദ്ദേഹം സ്ഥാപിച്ച മഠമാണ് ആനന്ദ മഹാസഭ. ഓക്കെ, വർഷം 1918. അദ്ദേഹത്തിൻ്റെ വാചകമാണ് മൈൻഡ് ഈസ് ദ ഗോഡ് ആൻഡ് ദ കൺട്രോൾ ഓഫ് മൈൻഡ് ഈസ് ദ സുപ്രീം അച്ചീവ്മെൻറ്റ്. ബ്രഹ്മാനന്ദ ശിവയോഗി അഡ്വക്കേറ്റഡ് ഫോർ, അദ്ദേഹം വാദിച്ചത് വിഡോസ് റീമാരേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ട്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഹൂ കോൾഡ് പ്രിയാമ്പിൾ ആൻഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ കണ്ടെത്താൻ നോക്കുക. ആമുഖം ഐഡൻറ്റിറ്റി കാർഡാണെന്ന് പറഞ്ഞത് 4 ഓപ്ഷനിൽ നൺ ഓഫ് ദി എബവ് എന്തായാലും ഇല്ല. 3 ഓപ്ഷൻസിൽ ശരി ഉത്തരമുണ്ട്. ആൻസർ ഓപ്ഷൻ സി എന്നെ പൽക്കിവാല ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ശരി. പ്രിയാമ്പിളിനെ മറ്റ് ചില പേരുകളും വിശേഷണങ്ങളും ഒക്കെ കൊടുത്തു, അതും കൂടെ ഒന്ന് പഠിക്കാം. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദി പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്, അല്ലേ, രാഷ്ട്രീയ ജാതകം എന്ന KM മുൻഷിയാണ് ആമുഖത്തെ വിളിച്ചത്. സർ ഏണസ്റ്റ് ബേക്കർ ഡിസ്ക്രൈബ് പ്രിയാമ്പിൾ ആസ് ദി കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ് ദ സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലേ, ആത്മാവെന്ന് വിളിച്ചത് താക്കൂർദാസ് ഭാർഗവ് ആണ്, അല്ലെ. കീ നോട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സർ ഏണസ്റ്റ് ബേക്കർ ആൻഡ് രാഷ്ട്രീയ ജാതകം എന്താണ്, ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ് മൈ സ്റ്റോറി ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്, ആരുടെ ആത്മകഥയാണ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ്? ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, ഉസൈൻ ബോൾട്ടാണ് എന്നുള്ളത് ഓർക്കുക. ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ് മൈ സ്റ്റോറി. അപ്പോൾ കുറച്ച് സ്പോർട്സ് താരങ്ങളും അവരുടെ ആത്മകഥകളും ഒന്ന് പഠിക്കാം. പ്ലേയിങ് ഇറ്റ് ഇൻ മൈ വേ സച്ചിൻ ടെണ്ടുൽക്കർ. സണ്ണി ഡേയ്സ് ആൻ ഓട്ടോബയോഗ്രഫി സുനിൽ ഗവാസ്കർ. സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ് സൗരവ് ഗാംഗുലി. അൺബ്രേക്കബിൾ മേരി കോം. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക് യുവരാജ് സിംഗ്. എയ്സ് അഗൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസ. ഓക്കെ, ഒന്ന് പഠിച്ചേക്കുക. മാച്ച് ദ ഫോളോയിങ് ഫൗണ്ടേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഇത് കറക്റ്റ് മാച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കാനൊന്നുമില്ല, പഠിക്കുക. ലാലാ ലജ്പത് റോയ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. മഹാത്മാഗാന്ധി ഹരിജൻ സേവക് സംഘ. BR അംബേദ്കർ ബഹിഷ്കൃത ഹിതകാരിണി സഭ. CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടി 1930 ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആർ ഹെഡഡ് ബൈ. അപ്പോൾ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരാണ് ചെയ്തത് എന്നുള്ളതാണ്. അധ്യക്ഷൻ ശരി ഉത്തരം വല്ലഭായി പട്ടേലായിരുന്നു എന്നുള്ളത് ഓർക്കുക. നമുക്ക് കുറച്ച് കമ്മിറ്റീസും അവരുടെ അധ്യക്ഷന്മാരെയും കൂടെ ഒന്ന് പഠിക്കാം. സ്റ്റിയറിംഗ് കമ്മിറ്റി ഓർത്ത് വെക്കുക, രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. ആൻഡ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണെന്നും ഓർത്ത് വെക്കുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ തീം ഓഫ് ദ വേൾഡ് ക്യാൻസർ ഡേ 2025? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫെബ്രുവരി 4 നമ്മൾ ലോക ക്യാൻസർ ദിനമായിട്ട്, അതിൻ്റെ അവയർനെസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്, അല്ലേ. ശരി ഉത്തരം ഇപ്രാവശ്യത്തെ തീം യുണൈറ്റഡ് ബൈ യുണീക്ക് ആയിരുന്നു. ഓക്കെ, ശരി. ദ ഗോൾഡൻ ഹെഡ് സിസ്റ്റോക്കോള ബേർഡ് വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ് ബൈ വിച്ച് നാഷണൽ പാർക്ക് ഇൻ കേരള?
കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകളുണ്ട്? 6 ഉണ്ട്. അതിൽ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെരിയാർ, ഇരവികുളം, മതികെട്ടാൻചോല, സൈലൻറ്റ് വാലി. അതിൽ എവിടെയാണ് അല്ലെങ്കിൽ ഏത് നാഷണൽ പാർക്കിലാണ് ഈ ഗോൾഡൻ ഹെഡഡ് സിറ്റിക്കോള ബേർഡ് കണ്ടെത്തിയത്? ശരി ഉത്തരം ഓപ്ഷൻ സി, മതികെട്ടാൻചോല. നമുക്ക് ടോട്ടൽ 6 നാഷണൽ പാർക്കുകളുണ്ടെന്ന് പഠിച്ചല്ലോ. നമുക്ക് 2 കൂടെ, 4 അവിടെ ഉണ്ടായിരുന്നു, 2 കൂടെ ഒന്ന് പഠിക്കാം. ഒന്ന് ആനമുടി നാഷണൽ പാർക്ക്, പിന്നെ പാമ്പാടും ശോല. ഓക്കെ, അങ്ങനെ അത് 2 കൂടെയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. 6 സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, ഇരവികുളം, ആനമുടി, പാമ്പാടും ശോല, മതികെട്ടാൻചോല, പെരിയാർ നാഷണൽ പാർക്ക്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദി 38th സൂരജ്കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് ഫെയർ 2025? കിട്ടിയായിരുന്നു ആൻസർ? ശരി ഉത്തരം ഫരീദാബാദാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സൂരജ്കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ അത് കഴിഞ്ഞു. ഫെബ്രുവരി 7 തുടങ്ങി 23 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ചാണിത് നടക്കുന്നത്. അന്താരാഷ്ട്ര കരകൗശല മേള അല്ലേ, സൂരജ്കുണ്ടിൽ 38ാമത് കഴിഞ്ഞത് ഫരീദാബാദിലാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. സിമോണ ഹെലപ്പ്, who recently announced her retirement, is associated with which sports? 4 ഓപ്ഷൻസ് ഉണ്ട്. സിമോണ ഹെൽപ്പ്. ഓക്കെ, ശരി ഉത്തരം ടെന്നീസാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ശരി. വാട്ട് ഈസ് ട്രോപെക്സ് 25 that was recently seen in news? 4 ഓപ്ഷൻസ്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മിലിറ്ററി എക്സർസൈസാണിത്. ശരി ഉത്തരം ഇന്ത്യൻ നേവീസ് ലാർജസ്റ്റ് ബൈനിയൽ മാരിടൈം എക്സർസൈസ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാ 2 വർഷത്തിലൊരിക്കൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത് എന്താണ്, അവരുടെ ആയുധങ്ങളും അവരുടെ പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ കോസ്റ്റ് ഗാർഡും എയർഫോഴ്സും ആർമിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്നുണ്ട്, ഓർത്ത് വെക്കാം. ശരി. പെഡഗോജിക്കൽ ഗ്രാമർ മീൻസ് ദാറ്റ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം ഓക്കെ, ശരി ഉത്തരം പറയാം. ടീച്ചിങ് ഗ്രാമർ ഇൻ കോണ്ടെക്സ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വെൻ ദ ടീച്ചർ quietly observes the students during a collaborative grammar activity, the activity plays a dash role. ശരി ഉത്തരം ഡയഗ്നോസ്റ്റിക് റോൾ എന്നുള്ളതാണ്. ഓക്കെ. വെൻ എ ചൈൽഡ് ലേൺസ് എ ലാംഗ്വേജ് നാച്ചുറലി വിത്തൗട്ട് മച്ച് പ്രാക്ടീസ്, ഇറ്റ് ഈസ് കോൾഡ് സ്വാംശീകരണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓപ്ഷൻ സി, ലാംഗ്വേജ് അക്വിസിഷൻ. ഓക്കെ. എ ഗുഡ് ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്ക് ഷുഡ് contain learner center materials, contain teacher friendly instructions and content related materials, incorporate language skills throughout. ശരി ഉത്തരം സി ആയിരുന്നു. എ, ബി ആൻഡ് സി ആണ് ഇവിടുത്തെ അല്ലേ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്. എ ലാംഗ്വേജ് ടീച്ചർ ആസ്ക് ലേണേഴ്സ് ടു റൈറ്റ് എ പാരഗ്രാഫ് ഓൺ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. Learners gather information from science and social science books and other sources before writing. Such task aims at okay, ശരി ഉത്തരം achieving language learning across the curriculum. Okay, ശരി. Under the Indian Constitution, the 3 main branches of government are. ഓക്കെ, ഓപ്ഷൻ ബി ആയിരുന്നു ശരി ഉത്തരം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. ഓക്കെ. ദ കൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യ ബൈ. ശരി ഉത്തരം ഓപ്ഷൻ ബി അല്ല, സി ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ദ കൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ഓക്കെ. With reference to the
evaluation of the Malayalam language, evolution of the Malayalam language, consider the following statements are correct. The word janala came from the Malayalam language from Portuguese. Okay. Divan is a word that came from Arab language. Samsheba Vedartham is the first book printed in Malayalam. Yes, ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി എടുക്കാം. 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്. ഓക്കെ, ശരി. വെൻ വാസ് ദ ഫസ്റ്റ് അസംബ്ലി ഇലക്ഷൻ ഹെൽഡ് ഇൻ കേരള? EMS നമ്പൂതിരിപ്പാട് ആദ്യത്തെ CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. BR റാവു നമ്മുടെ ആദ്യത്തെ ഗവർണർ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതാണ്. ഓക്കെ, വർഷം 1957 ഓർത്ത് വെക്കുക. ഫസ്റ്റ് അസംബ്ലി ഇലക്ഷൻ ഹെൽഡ് ഇൻ കേരള ഇൻ ദ ഇയർ 1957. ഓക്കെ. The election of Panchayati Raj institutions are conducted by the ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ലിറ്റററി പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. വേർഡ്സ്വർത്ത് ക്രിട്ടിക്കൽ റൈറ്റിംഗ് മാർക്ക് ദ എൻഡ് ഓഫ്. വേർഡ്സ്വർത്ത് ക്രിട്ടിക്കൽ റൈറ്റിംഗ് മാർക്ക്ഡ് ദ എൻഡ് ഓഫ്. ശരി ഉത്തരം നിയോ ക്ലാസിസം ആണ്, ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റൊമാൻറ്റിക് പോയറ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റൊമാൻറ്റിക് പോയറ്റ്? ആദ്യത്തെ 3 പേരും റൊമാൻറ്റിക് പോയറ്റാണ്. അപ്പോൾ ശരി ഉത്തരം അലക്സാണ്ടർ പോപ്പ് റൊമാൻറ്റിക് പോയറ്റ് അല്ല എന്നുള്ളതാണ്, ഓർത്തു വെക്കുക. ഓക്കെ, ശരി. What is the significance of Coleridge's Biographia Literaria in Romantic Criticism? ശരി ഉത്തരം ഓപ്ഷൻ ബി. It offers a theory of imagination and its role in poetic creation. Okay, next question. Who is related to functions of criticism at the present time? They say functions of criticism at the present time. ഈ പിക്ചർ കണ്ടിട്ട് മനസ്സിലാവുന്നവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഹി ഈസ് മാത്യു അർണോൾഡ്. ഓക്കെ, ശരി. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രിറ്റിസിസം ഓഫ് T.S. Eliot? 4 ഓപ്ഷൻസ് ഉണ്ട്. T.S. Eliotൻ്റെ ക്രിറ്റിസിസത്തിൽ ആദ്യത്തെ പുസ്തകം ഏത്? ശരി ഉത്തരം ഓപ്ഷൻ സി. ദ സേക്രഡ് വുഡ് എസ്സേസ് ഓൺ പോയട്രി ആൻഡ് ക്രിറ്റിസിസം ബൈ T.S. Eliot. ഓക്കെ. വിച്ച് ഈസ് ദ ലാംഗ്വേജ് ഇൻ ദ ഈസ്റ്റ് ജർമാനിക് ബ്രാഞ്ച്? 3 ബ്രാഞ്ചസ് ഉണ്ടല്ലേ, നമുക്ക് അത് നോക്കാം. ഇവിടുത്തെ ആൻസർ ഗോഥിക്കാണ്. അപ്പോൾ ആ 3 ബ്രാഞ്ചസ് നമുക്കൊന്ന് നോക്കാം. വെസ്റ്റ് ജർമാനിക് ബ്രാഞ്ചിലാണ് ഇംഗ്ലീഷ്, ഫ്രീഷ്യൻ, ജർമ്മൻ, ഡച്ച് വരുന്നത്. നോർത്ത് ജർമാനിക് ആണെങ്കിലോ ഐസ്ലാൻഡിക്, ഫ്രോസസ്, നോർവീജിയൻ, ഡാനിഷ്, സ്വീഡിഷ്. ആൻഡ് ഈസ്റ്റ് ജർമാനിക് ആയിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ്? ഗോഥിക്കാണ് വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈസ്റ്റ് ജർമാനിക്കും വെസ്റ്റ് ജർമാനിക്കും, കാരണം വെസ്റ്റ് ജർമാനിക്കിനാണ് ഇംഗ്ലീഷ് ഭാഷ ഉടലെടുക്കുന്നത്. ഓക്കെ, ശരി. പ്ലഷർ ഈസ് എ ഡാഷ് വേർഡ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഫ്രഞ്ച് ആണോ, ലാറ്റിൻ ആണോ, കെൽട്ടിക് ആണോ, ജർമാനിക് ആണോ? പ്ലഷർ. ആൻസർ ഫ്രഞ്ച് ആണ്. കുറച്ച് ഒരു 6 ഫ്രഞ്ച് വേർഡ്സ് നമുക്കൊന്ന് പഠിക്കാം. ബാലറ്റ്, എ ടൈപ്പ് ഓഫ് ഡാൻസ്. ഓക്കെ. ബൊക്കെ, എ ഹാൻഡ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. കഫേ, കോഫി ഷോപ്പ്. ജോണർ, എ ടൈപ്പ് ഓർ ക്ലാസ്. ഓംലെറ്റ്, എ ഡിഷ് മെയ്ഡ് അപ്പ് ഓഫ് എഗ്. ഓണർപ്രണർ, എ പേഴ്സൺ ഹൂ ഓപ്പറേറ്റ്സ് എ ബിസിനസ്. ഓക്കെ, ഒത്തിരി വാക്കുകളുണ്ട്. ഇപ്പോൾ ഒരു 6 നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഫ്രഞ്ച് ഒറിജിനാണ്, ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യുന്നു, യെസ്, വന്നതാണ്. ഓക്കെ. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ കംസ് അണ്ടർ ഏത് ലിറ്ററേച്ചറിലാണ്? ദ ഓൾഡ് മാൻ ആൻഡ് സീ ബൈ ഏണസ്റ്റ് ഹെമ്മിംഗ്വേ ആണ് അല്ലേ? ഇറ്റ് ഈസ് അമേരിക്കൻ ലിറ്ററേച്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഏത് വർഷമാണ് ഇൻ്റർനാഷണൽ IPA എസ്റ്റാബ്ലിഷ് ചെയ്തത്? വർഷം. ശരി ഉത്തരം
1886. ഓക്കെ, 1886. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് എ പെർഫെക്റ്റ് ട്രാജഡി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ സ്കീം? ശരി ഉത്തരം കോംപ്ലക്സ് പ്ലോട്ടാണ്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു മെഷർ ദ എൻട്രി പെർഫോമൻസ് ഓഫ് ദി പ്യൂപ്പിൾ? So the right answer is option A. Placement evaluation, okay, is used to measure the entry performance of the students. Okay. In VARK model of learning system, A stands for VARK യിലെ A എന്താണ്? ഓക്കെ, നിലകൊള്ളുന്നത് ഓപ്ഷൻ ഡി ഓറൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷ്വലാണ്, എ ഓറൽ മനസ്സിലായി. അപ്പോൾ ആർ എന്തായിരിക്കും? റീഡിംഗ് ആൻഡ് റൈറ്റ്, കെ കൈനസ്തെറ്റിക്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. വിഷ്വൽ അവിടെ പറയുന്നത് എന്തായിരിക്കാം? ഇമേജസ്, മാപ്പ്, ഗ്രാഫ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഓറലിലാണെങ്കിലോ നമ്മൾ ഓഡിയോ റെക്കോർഡിങ്സ്, സ്പോക്കൺ ഇൻഫർമേഷൻ, ഡിസ്കഷൻ ഒക്കെ വരുന്നു. റീഡ് ആൻഡ് റൈറ്റ് ആർ വരുന്നത് റിട്ടൺ ടെക്സ്റ്റ്, ഓക്കെ, റീഡിങ് മെറ്റീരിയൽസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ സെൻസ് വെച്ചിട്ട് ടച്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ടാസ്ക് ഒക്കെ, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു നോ ദ ലേണിംഗ് പ്രോബ്ലംസ് ഓഫ് സ്റ്റുഡൻസ് ആഫ്റ്റർ ക്ലാസ് റൂം ടീച്ചിങ്? ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് ശരി ഉത്തരം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സബ് സ്കിൽ ഓഫ് സ്പീക്കിംഗ് ഓഫ് എ ലാംഗ്വേജ്? ഓക്കെ, ഇവിടെ ഫ്ലുവൻസി, വൊക്കാബുലറി, ഗ്രാമർ, പ്രൊനൗൺസിയേഷനൊക്കെ തന്നു കഴിഞ്ഞു. അപ്പോൾ ശരി ഉത്തരം ഓൾ ഓഫ് ദീസ് ആണല്ലേ. ഇവിടെ 3 എണ്ണമാണ്, ടോട്ടൽ 4 എണ്ണം ഉണ്ട്. ഓർത്ത് വെക്കുക, ഫ്ലുവൻസി, വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ. ദ സ്റ്റോറി ഓഫ് നോവൽ ദ God of Small Things revolves around one of the following villages in Kerala. Which is the village? Aymanam. Okay, yes. According to Stephen Krashen, which of the following is the subconscious process of language development? Option C is the right answer, acquisition. Okay. What role does imagination play in Ode on a Grecian Urn? Right answer, key to understanding history. Okay, next question. Technology studies without humanistic study, according to Dr. Radhakrishnan, is a function of a teacher will be imperfect or deficient? Answer, both A and B. Okay. George Orwell's Animal Farm is a remarkable political satire on policies of Lenin, Marx, Akbar or Stalin? The right answer is option D, the policies of Stalin. Okay. T.G. Grammar is associated with the name of, ഈ പിക്ചർ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ആൻസർ നോം ചോംസ്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ലിറ്റററി പീരിയഡ് വാസ് യുളീസസ് റിട്ടൺ? ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് the right answer is Victorian. Okay, next question. The quote, where ignorance is a bliss, this folly to be wise. It's folly to be wise was written by ഈ പിക്ചർ കണ്ടിട്ട് എന്തായാലും നമുക്ക് ആളെ കിട്ടത്തില്ല. ശരി ഉത്തരം തോമസ് ഗ്രേ. ഓക്കെ, തോമസ് ഗ്രേ. സിനിക് ഡോക്ക് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ഒരു ചെറിയ പാർട്ട് വെച്ചിട്ട് ഒരു ഫുൾ, ഫോർ എക്സാമ്പിൾ ഐ ബോട്ട് ദ ന്യൂ വീൽസ്, ആ വീൽ ഉദ്ദേശിക്കുന്ന ഞാനൊരു പുതിയ കാർ എടുത്തു.
ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്, സോൾജേഴ്സിനെ പറയുന്നു. ഓക്കെ, സോ എ പാർട്ട് റെപ്രസെൻറ്റ് ഹോൾ, അതാണ് സിനിക് ഡോക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഹൂ ഈസ് വൈഡ്ലി ക്രെഡിറ്റഡ് ദ ഡിസ്കവറി ഓഫ് റിലേറ്റഡ്നെസ് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്? Answer, William Jones, Sir William Jones. The most important task in teaching is? The most important task in teaching is? Option A is the right answer. Directing students in developing experiences. Okay, next question. A Shakespeare sonnet usually contains? The right answer is 3 stanzas and a couplet. Okay. Who wrote the poem Aboriginal Australia? Answer, option C, Jack Davis. Okay, Jack Davis. Which of the following is or are objective type of test? True false type, matching items, multiple choice. So the right answer is all of the above. Okay. When was Lord Tennyson's poem Ulysses first published? It was first published in the year 1842. Okay, Ulysses by Alfred Lord Tennyson. Okay. Who is the son of Banquo in Macbeth? Today's last question. Who is the son of Banquo in Macbeth? Fleance, option D is the right answer. Okay, thank you students for listening the class. If you like the video, please hit the like button and subscribe my channel. Thank you.